നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മെയ് 11 മുതൽ മെയ് മാസം 17 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രക്കാരും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ 11-നും 17-നും ഇടയിൽ 14-ാം തീയതി സൂര്യൻ ഇടവത്തിലേക്ക് സംക്രമിക്കുന്നു. 14-ാം തീയതി രാത്രി വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്കും സംക്രമിക്കുന്നു. ഈ രണ്ട് മാറ്റങ്ങളാണ് ഉള്ളത്. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം അവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. തുടക്കത്തെ ഒരു 2-3 ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ കാലമായി അവർ മോഹിച്ചിരിക്കുകയും അത് നടക്കാതെ പോവുകയും ചെയ്ത കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള ചില ശ്രമങ്ങൾ തുടങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റങ്ങൾ അവർക്ക് അനുഭവപ്പെടുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. കിട്ടാനുണ്ടായിരുന്ന പണം കിട്ടുന്നു. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന വസ്തുവകകളോ മറ്റ് ദ്രവ്യങ്ങളോ പണമൊഴികെയുള്ള ദ്രവ്യങ്ങളോ അല്ലെങ്കിൽ പണം തന്നെയോ അവർക്ക് ഈ ദിവസങ്ങളിൽ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. വളരെ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്നു. അപ്പോൾ കടബാധ്യതയിൽ നിന്ന് മോചനം, തങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ധനം കൃത്യമായി കിട്ടുന്ന അവസ്ഥ, ഉപേക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് മനസ്സിൽ കരുതിയിരുന്ന കാര്യങ്ങൾ തിരിച്ചു വരുന്നു. കാണാതെ പോയ വസ്തുക്കൾ കിട്ടുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ശത്രുതാ മനോഭാവമുള്ളവർക്ക് ആ മനസ്സൊക്കെ മാറി ഇവരുമായി അടുക്കുന്നു. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടുന്നു. എന്നാൽ ആഴ്ചയുടെ പകുതിക്ക് ശേഷം ഇവർക്ക് അത്ര നല്ലതല്ല. പകുതിക്ക് ശേഷമുള്ള 2 ദിവസങ്ങൾ ശാരീരികമായ അവശതയും പ്രശ്നങ്ങളും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വ്യാഴമാറ്റം വരുന്ന ദിവസത്തിന് തൊട്ടു മുമ്പും ശേഷവും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവർ. മുഖം വളരെ ശ്രദ്ധിക്കണം. മുഖത്ത്, കണ്ണ്, അതുപോലെ മുഖത്തെ ത്വക്കിന് ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. നേത്രം, ഹൃദയം, ഞരമ്പുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പെട്ടെന്ന് ദേഷ്യം വന്ന് ആരോടെങ്കിലുമൊക്കെ കയർത്തു സംസാരിക്കുക. ആഴ്ചയുടെ ആദ്യത്തെ പകുതിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ നിന്ന് മനോവിഷമമോ വഴക്കോ ഒക്കെ ഉണ്ടാവുക. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുക. സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് പിന്നീട് മനസ്സിന് വിഷമമുണ്ടാകുക. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് അല്പം ഭേദമാണ്. ആദ്യത്തെ 2 ദിവസങ്ങളാണ് ഏറ്റവും ഗുണകരം. അത് കഴിഞ്ഞുള്ള നേർപകുതിക്ക് അടുത്തുള്ള 2 ദിവസങ്ങൾ ദോഷമാണ്. ശേഷമുള്ള 2-3 ദിവസങ്ങൾ സാമാന്യം ഭേദപ്പെട്ട ദിവസമാണ്. എങ്കിലും പ്രവർത്തനങ്ങളിൽ വലിയ വിജയം ഒന്നും കാണുന്നില്ല. യാത്രയ്ക്ക് തടസ്സമോ പ്രശ്നങ്ങളോ പിതാവിനത്ര നല്ലതുമല്ല. എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ധനപരമായ വരവിനോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആശ്രിതർക്ക് ഉള്ള ജീവിതമോ ഒന്നും ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലൊന്നും യാതൊരു ദോഷവും കാണുന്നില്ല. അപ്പോൾ കൃത്യമായി ഇവർ ശ്രദ്ധിക്കേണ്ടത് ഈ ആഴ്ചയിൽ ആ നേർപകുതിക്കടുത്തുള്ള ദിവസങ്ങൾ, അതായത് 13, 14, 15 ദിവസങ്ങൾ ശ്രദ്ധിക്കണം. ആ ദിവസങ്ങളിൽ അസുഖങ്ങൾ ഉണ്ടാകാം, മറ്റു തടസ്സങ്ങൾ ഉണ്ടാകാം. എന്നാലും ആഴ്ചയിൽ ഉടനീളമായി കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ധനപരമായ നേട്ടമുണ്ടാകും എന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11, 12 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ മുക്കാൽ ദിവസങ്ങളും പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇവർക്ക് കഴിഞ്ഞ കുറേ കാലമായി മോഹിച്ചിരുന്ന കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നു. പ്രണയബന്ധങ്ങളിലോ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നതായി അറിയുന്നു. അതുപോലെ ചില മുടങ്ങിക്കിടന്നിരുന്ന സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്നു. യാത്ര പുനരാരംഭിക്കുന്നു. യാത്രയിൽ നിന്നുള്ള വരുമാനമോ ആദായമോ ഒക്കെ ഗുണകരമായിട്ട് വരുന്നു. പെട്ടെന്ന് തങ്ങളുടെ കർമ്മരംഗത്തെടുക്കുന്ന ചില തീരുമാനങ്ങളിൽ വിജയമുണ്ടാകുന്നു. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നു. ഉദരസംബന്ധമായ അസുഖമുണ്ടാകാം. അത് ചില യാത്രകൾക്ക് തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാകാമെങ്കിലും അതൊന്നും അത്ര ഗൗരവമായി കാണുന്നില്ല ഈ ആഴ്ചയിൽ. ആദ്യത്തെ 4-5 ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. അതായത് ഞായർ തുടങ്ങിയുള്ള ദിവസങ്ങൾ ഇവർക്ക് 5ഓളം ദിവസങ്ങൾ പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന മട്ടിൽ യാത്ര പുറപ്പെടാനോ സമാഗമങ്ങളോ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. പ്രണയ സാഫല്യത്തിന് വഴിയുണ്ട്. അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവുന്നു. വിഘടിച്ചു നിന്നവർ അടുക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളാൽ അകന്നു നിന്നവർ അടുക്കുന്നു. അതൊക്കെ മാറി അടുക്കുന്നു. ദാമ്പത്തികമായി ഗുണമുണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. പുതിയ സംരംഭങ്ങൾക്ക് വിത്തുപാകുന്ന വർത്തമാനങ്ങളും ചർച്ചകളുമൊക്കെ ഉണ്ടാകുന്നു.
എന്തായാലും പൊതുവെ ആഴ്ചയുടെ 5ഓളം ദിവസങ്ങൾ നല്ലതാണ്. അവസാനത്തെ 2 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആകസ്മികമായ ശാരീരികമായ അവശതയോ അപകടമോ ഒക്കെ സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായി ശ്വാസതടസ്സം സംബന്ധമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. അപ്രതീക്ഷിതമായി തടസ്സം, യാത്ര വിഘ്നം, അതുപോലെ തന്നെ കർമ്മരംഗത്ത് നിന്ന് മാറി നിൽക്കൽ, ഇതെല്ലാം കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് ഈ കാലഘട്ടത്തിലും ഈ അവസാന ദിവസങ്ങളിലും ഇവർക്ക് വളരെ പെട്ടെന്നുള്ള ചില സഹായങ്ങൾ ഉണ്ടാകുമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 11, 12, 13, 14, 15 ഗുണകരമായ ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസങ്ങളാണ് അല്പം പതർച്ചയുണ്ടാകുന്നത്. തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് ചില അൺലക്ക്, ചില ഭാഗ്യക്കേടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിചാരിച്ച കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ചത്ര ഭംഗിയായിട്ട് മുന്നോട്ട് പോകണമെന്നില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ചില തടസ്സമുണ്ടാകാം. ചിലപ്പോൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും അതുവഴി സാമ്പത്തികമായ പരാധീനതയ്ക്കുമൊക്കെ കാരണം ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആശ്രിതർക്കുണ്ടാകുന്ന ചില മനോവിഷമങ്ങളോ അപകടങ്ങളോ ആരോഗ്യാവസ്ഥകളോ ആവാം. അതുമല്ലെങ്കിൽ സ്വന്തം സന്താനങ്ങൾക്ക് എന്തെങ്കിലും വൈഷമ്യങ്ങൾ നേരിടുന്നതിൻ്റെ ഫലമായി യാത്ര മാറ്റിവെക്കുകയോ ലീവ് എടുക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്നതാവാം. ഏതായാലും ഫലത്തിൽ അത് വരുമാനം നേടുന്ന കാര്യത്തിൽ അല്പം തടസ്സം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദര സംബന്ധമായി പ്രത്യേകിച്ചും മേൽ വയർ, അതായത് അപ്പർ സ്റ്റൊമക്കിൻ്റെ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അത് പ്രത്യേകം അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് അതുപോലെയൊക്കെ ചെയ്യുക. പെയിൻ ഉണ്ടാകാം. അതുപോലെ തന്നെ വല്ലാതെ വയറ് വീർത്ത് വിമ്മിഷ്ടം, ശ്വാസതടസ്സം, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സന്താനങ്ങൾക്കും ചെറിയ അസുഖമോ പ്രശ്നങ്ങളോ ഒക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാം. അത് കഴിഞ്ഞ്, അതായത് ചൊവ്വ മുതൽ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ചൊവ്വ മുതൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വരെ പൊതുവെ ഗുണമാണ്. ഈ അവശതകളൊക്കെ മാറുന്നു. ഈ നക്ഷത്രക്കാർക്കുണ്ടായിരുന്ന ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. തടസ്സമുണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ, ആ തടസ്സമൊക്കെ മാറി മുന്നോട്ട് പോകുന്നു. പ്രവർത്തന സംബന്ധമായ കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. ഒരുമിച്ച് ആരംഭിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ചില സംരംഭങ്ങളിൽ ചില കല്ലുകടികൾ ഉണ്ടായിരുന്നതൊക്കെ മാറുന്നു. സാമ്പത്തികമായ സഹായമുണ്ടാകുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. അതുപോലെ തന്നെ ശത്രു അല്ലെങ്കിൽ പിണങ്ങി നിന്നിരുന്നവർ ഇവരെല്ലാം തിരിച്ചു വരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് പുറത്ത് സല്ലപിക്കാനും അതുപോലെ തന്നെ മനസ്സും ശരീരവുമൊക്കെ പരസ്പരം അവരുടെ ഇഷ്ടത്തിനൊത്ത് പോകുവാനുമൊക്കെ സാധിക്കുന്ന ഒരവസരം കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായി വളരെ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പ്രവർത്തന രംഗത്തും വളരെ ഉയർച്ച, സജീവത ഒക്കെ ഉണ്ടാകുന്നു. തുടക്ക ദിവസങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യ സംബന്ധമായി ഇവർ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സൂര്യപ്രകാശം അധികം കടന്നു ചെല്ലാത്ത, എപ്പോഴും വസ്ത്രമിട്ടൊക്കെ ഇരുന്ന് ഉണ്ടാകാവുന്ന ഭാഗങ്ങളിലെ സോഫ്റ്റ് സ്കിന്നിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്കും ദോഷമുണ്ടാകാം. അലർജി സംബന്ധമായ അസുഖങ്ങളോ ഈ അപ്പർ സ്റ്റൊമക്കിൻ്റെ ഭാഗത്തുണ്ടാകാവുന്ന ചില ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ വഴിയൊക്കെ ഉണ്ടാകാവുന്ന അസാധ്യമായ പെയിനും ഒക്കെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 13, 14, 15, 16, 17 ദിവസങ്ങൾ താരതമ്യേന ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അത്ര നല്ലതല്ല. അതായത് ആദ്യ പകുതി അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും മാതാവുമായി കലഹം അല്ലെങ്കിൽ മാതൃബന്ധത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരികമായ അവശത, വാഹനവുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങളുണ്ടാകാം. ചിലപ്പോൾ വാഹനം ഓടിക്കുന്നതിലെ അശ്രദ്ധയോ പ്രശ്നങ്ങളോ മറ്റുള്ളവർ കണ്ടെത്തുകയും അതിന് ശിക്ഷയുണ്ടാവുകയും ചെയ്യാം. അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ അപകട സാധ്യതകളും കാണുന്നുണ്ട്. കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. ചൊവ്വ കൂടി ലഗ്നത്തിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിൽ മുറിവോ പൊള്ളലേൽക്കാനുള്ള സാധ്യതയോ സഹോദരങ്ങൾ വഴി തർക്കമുണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. സ്വന്തം പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട്, വസ്തുവുമായി ബന്ധപ്പെട്ടൊക്കെ വിഷമം ഉണ്ടാകുന്ന കുറച്ച് വാർത്തകൾ കേൾക്കാൻ ഇടവരാം. അയൽവക്കം അല്ലെങ്കിൽ ചുറ്റുപാടുകൾ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ടൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടാകാം. അതുകൊണ്ട് കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ തോന്നാത്ത ഒരു മാനസികാവസ്ഥ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ കാണുന്നു. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ താരതമ്യേന ഇതെല്ലാം മാറി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. മനസ്സിന് സമാധാനം ലഭിക്കുന്നു. സഹോദര സംബന്ധമായോ അല്ലെങ്കിൽ ബന്ധുക്കളുമായോ ഉണ്ടായിരുന്ന കലഹത്തിനൊക്കെ പരിസമാപ്തി ഉണ്ടാകുന്നു. അവരുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അവരുടെ സാമീപ്യം ഇവർക്ക് മനസ്സിന് വളരെ സന്തോഷമുണ്ടാക്കുന്നു.
മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരെ പ്രേരിപ്പിക്കുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം. കടമെന്ന് പറയുമ്പോൾ ഈ ആഴ്ചയിൽ തുടക്ക ദിവസങ്ങളിൽ പ്രവർത്തനങ്ങളില്ലാതിരുന്നതിനാൽ ഉണ്ടായിരുന്ന ചില മുടക്കങ്ങൾ മാറുന്നു. സാമ്പത്തിക നേട്ടം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. പൊതുവെ ഗുണകരമാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. രോഗമുക്തി, ശരീരത്തിനുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. മരുന്ന് കഴിച്ചിട്ടോ സ്വാഭാവികമായോ പോസിറ്റീവായിട്ടുള്ള മാറ്റമുണ്ടാകുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഞ്ചരിക്കുന്നതിനോ ഒക്കെ സാധിക്കുന്നു. പൊതുവേ ഗുണകരമായ അവസ്ഥ ആഴ്ചയുടെ അവസാനത്തെ 3 ദിവസങ്ങളാണ്. അതുകൊണ്ട് ആദ്യ ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായും അതുപോലെ മുതുകിന് നട്ടെല്ല് സംബന്ധമായുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും പേശി സംബന്ധമായ വേദനകൾ ഉണ്ടാകാനുമൊക്കെ സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ, അതായത് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15 സായാഹ്നത്തിന് ശേഷം 16, 17 ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 ദിവസങ്ങൾ ഗുണകരമാണ്. വളരെ ഊർജ്ജസ്വലമായി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കും. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുവരെ ഇല്ലാത്ത ഒരു ഉണർവ് ഇവരുടെ പ്രവർത്തന രംഗത്ത് ഇവർക്ക് സാധിക്കും. മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒക്കെ ഉണ്ടാകും. അതിൻ്റെ ഫലമായി പൊതുവേ ഇവരുടെ പ്രവർത്തന രംഗത്ത് ഇവർക്ക് കൂടുതൽ തിളങ്ങാൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടം, അതുപോലെ തന്നെ സഹോദരങ്ങളോ ബന്ധുക്കളോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ ഇവരുമായി നല്ല രീതിയിൽ സഹവസിക്കുകയും ഇവരുടെ പ്രവർത്തനങ്ങളിൽ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന തരത്തിൽ ഇടപഴകുകയും ചെയ്യും. പൊതുവെ ഒരു സഹകരണ മനോഭാവം ഉള്ളതുകൊണ്ട് തന്നെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് പ്രത്യേകിച്ചും ഞായർ, തിങ്കൾ ദിവസങ്ങൾ. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം, ഊർജ്ജസ്വലത, മനസ്സിൻ്റെ ശക്തി, കാര്യക്ഷമത തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നല്ലതാണ്. ഇടപഴകുന്നവരുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകും. എന്നാൽ ചൊവ്വ, ബുധൻ ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മാതാവുമായി കലഹമുണ്ടാകാനോ തറവാട് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാനോ ഉള്ള സാധ്യത. വിവാഹം കഴിച്ചവരാണെങ്കിൽ ദാമ്പത്യത്തിൽ ചെറിയ പൊരുത്തക്കേടുകളോ പ്രശ്നങ്ങളോ വഴക്കോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാം. അതുകൊണ്ട് മനസ്സിന് വൈഷമ്യമുണ്ടാകാനുള്ള സാധ്യത. വീട്ടിൽ നിന്ന് മാറി നിൽക്കാം. സാമ്പത്തികമായി ഈ ചൊവ്വ, ബുധൻ ദിവസങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാകും. എങ്കിലും മക്കൾക്ക്, സന്താനങ്ങൾക്ക് അത്ര ആരോഗ്യ സംബന്ധമായി നല്ലതല്ല. ഇവരുടെ തന്നെ ത്രോട്ടിനും അതുപോലെ തന്നെ മുതുകിന് ഒക്കെ ശ്രദ്ധ വേണം. പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ല് സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴും ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഭാരമുള്ള വസ്തുക്കളൊക്കെ എടുക്കുമ്പോൾ വീഴ്ചയ്ക്കോ എല്ല് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകാനോ അല്ലെങ്കിൽ പേശി സംബന്ധമായിട്ടുള്ള ഉളുക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ജിമ്മിലൊക്കെ പോകുന്നവരും അതുപോലെ ഭാരമുള്ള വസ്തുക്കളെടുത്ത് ജോലി ചെയ്യുന്നവരുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, ആഴ്ചയുടെ തുടക്ക ദിവസവും അത് കഴിഞ്ഞാൽ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളും പിന്നീട് അവസാനത്തെ ദിവസവും, അതായത് ശനിയാഴ്ചയുമാണ് കൂടുതൽ ഗുണം. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ഗുണം കാണുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനം ആദ്യത്തെ 2 ദിവസങ്ങളാണ് ഗുണം. പ്രധാനപ്പെട്ട ഗുണമുള്ള ദിവസങ്ങൾ താരതമ്യേന ഇവർക്ക് 11, 12 ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസങ്ങൾ അത്ര നല്ലതല്ല. പ്രധാനമായും സാമ്പത്തികമായിട്ട് ഇവർക്ക് വലിയ കുഴപ്പം ഉണ്ടാകില്ല. എങ്കിലും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു മനഃശക്തി ചോർന്നു പോകുന്നൊരവസ്ഥ ഇവർക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ നിരാശതയിൽ വാക്കുകൾ പരുഷമാകാം. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുമായും പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തന രംഗത്തെ മേലുദ്യോഗസ്ഥരുമായും ഉദ്യോഗസ്ഥലത്തെ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ തർക്കിക്കുവാനോ രോഷമുള്ള വാക്കുകൾ പറയുവാനോ ഒക്കെ സാധ്യതയുണ്ട്. അതിൻ്റേതായ മാനസിക വിഷമങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവർക്ക് ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നായാലും തൊഴിലിടത്തിൽ നിന്നായാലും ഒന്ന് മാറി നിൽക്കാനുള്ളൊരു പ്രവണത ഇവർക്കുണ്ടാകുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങൾ അതൊക്കെ മാറി ഈ മേലുദ്യോഗസ്ഥരൊന്നും ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ, ഇവർ ആശങ്കപ്പെടുന്ന തരത്തിലൊന്നും അവരോട് തിരിച്ചു പെരുമാറുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ദിവസങ്ങളാണ് ചൊവ്വാഴ്ച മുതൽ ഒരു 3 ദിവസത്തോളം കൂടുതൽ ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. മനസ്സിൻ്റെ ആശങ്കകൾ വിട്ടകലുമ്പോൾ കൂടുതൽ ശക്തിയോടുകൂടി, ഉന്മേഷത്തോടുകൂടി, കാര്യക്ഷമതയോടുകൂടി തങ്ങളുടെ പ്രവർത്തന രംഗത്ത് സജീവമാകാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കർമ്മരംഗം കൂടുതൽ പ്രകാശമാനമാകുന്നു. സാമ്പത്തികമായിട്ടുള്ള ഗുണമുണ്ടാകുന്നു. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, മക്കൾ, സഹോദരങ്ങൾ, ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇവരോട് അടുക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ. അതുകൊണ്ട് പൊതുവെ ഗുണകരം. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഹ്രസ്വ യാത്രകൾ കൊണ്ട് ഗുണം, ഇതെല്ലാം കാണുന്നു.
എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസം അല്പം ശ്രദ്ധിക്കണം. അവസാനത്തെ 2 ദിവസങ്ങൾ മാതാവുമൊത്ത് യാത്ര ചെയ്യുന്നെങ്കിൽ വളരെ സൂക്ഷിക്കണം. അതുപോലെ പരദേവതാ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുമ്പോഴും ഉപാസനാമൂർത്തിയെ കൈവിടാതെ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അത്തരം തിരസ്കരണങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതെ ഇരിക്കൽ, അവഗണന, ഇതൊക്കെ ചിലപ്പോൾ നല്ല മറുപടികൾ കിട്ടുന്ന ദിവസങ്ങളാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. മാതാവിന് ശാരീരികമായ അവശത കാണുന്നു. വാഹനം ഓടിക്കുമ്പോഴും പ്രത്യേകമായി ശ്രദ്ധിക്കുക. അയൽക്കാരുമായോ സഹപ്രവർത്തകരുമായോ സമൂഹവുമായോ ഇടപഴകുന്ന കാര്യത്തിലും ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ 2 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ശാരീരികമായി ഇവർക്കുണ്ടാകുന്ന പ്രധാന പ്രശ്നം, ഒന്ന് മുഖത്തിന് എന്തെങ്കിലും അസുഖമുണ്ടാകാം. മുഖം എന്ന് പറയുമ്പോൾ ശബ്ദം, മൂക്ക്, തൊണ്ട, മൂക്ക്, ചെവി, ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ശബ്ദം നേരെ വരാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാവുന്ന ചില അസുഖങ്ങളോ അസ്വാരസ്യങ്ങളോ ഇവർക്കുണ്ടാകാം. എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ ഭേദമാകും. അവസാനത്തെ 2 ദിവസങ്ങൾ മാതാവിൻ്റെ ആരോഗ്യനിലയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വാഹനം വളരെ ശ്രദ്ധിച്ച് ഓടിക്കുകയും ചെയ്യണം. ഭരദേവതാ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക, ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ കൃത്യമായി കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 13, 14, 15 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും ആഴ്ചയുടെ അവസാന ദിവസങ്ങളുമാണ് കൂടുതൽ നല്ലത്. ആ ആഴ്ചയുടെ പകുതിക്കടുത്തുള്ള, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് പ്രവർത്തന രംഗത്ത് മാന്ദ്യമോ തങ്ങളെക്കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ജോലിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായതെന്നും സാമ്പത്തികമായ വരവിന് പ്രശ്നമുണ്ടായതെന്നുമൊക്കെ മേലധികാരികളുടെ പരിഹാസം കേൾക്കേണ്ടി വരുന്ന ദിവസങ്ങളാണ് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ. അതുകൊണ്ട് തിരിച്ചും പരുഷമായൊക്കെ മറുപടി പറയുക, ചിലപ്പോൾ ജോലിയിൽ നിന്ന് മാറേണ്ടി വരിക, അങ്ങനെയൊക്കെ കാണുന്നു. അതുപോലുള്ള ജോലികൾ ചെയ്യുന്നവർക്ക്, അതല്ല ജോലിയൊന്നും നഷ്ടപ്പെടാത്തവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമമോ പ്രശ്നങ്ങളോ തങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. അതൊരു പക്ഷേ പ്രവർത്തന രംഗത്തായിരിക്കണമെന്നില്ല. കടം വാങ്ങിക്കൊണ്ടുപോയവർ ആ പണം തിരികെ തരാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി മറ്റു ചില സുഹൃത്തുക്കൾ, വെറുതെ ചോദിച്ചാൽ പോലും സഹായിക്കുന്ന ചില സുഹൃത്തുക്കൾ ആ സമയത്ത് പണം തരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാനത്തെ, അതായത് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. വ്യാഴം വൈകുന്നേരത്തിന് ശേഷമാണ്. വെള്ളി, ശനി ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും എടുത്ത തീരുമാനങ്ങളൊക്കെ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്നത് അറിയുന്ന ചില അവസ്ഥകളുമൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമെന്ന് വിശേഷിപ്പിക്കാം തുടക്കവും അവസാനവും. ഇടയ്ക്കുള്ള മധ്യഭാഗത്തുള്ള 1-2 ദിവസങ്ങളാണ്, 1, 2, 2.5 ദിവസങ്ങളാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. ആ സമയത്ത് ആരോഗ്യ സംബന്ധമായും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രധാനമായും ശ്വാസതടസ്സത്തിനോ അതല്ലെങ്കിൽ നട്ടെല്ല് സംബന്ധമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകാനോ ഉള്ള സാധ്യത, മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ആയാസരാഹിത്യം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഒരു വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഈസിനെസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കാണുന്നു. എളുപ്പത്തിൽ നടക്കുക, അതുപോലെ തന്നെ കാര്യങ്ങൾ സ്പീഡിൽ ചെയ്തുകൊണ്ടിരുന്നവർക്ക് അങ്ങനെ സ്പീഡിൽ ചെയ്യാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥ. അപ്പോൾ പൊതുവെ ഇവരുടെ നീക്കങ്ങൾക്ക് ഉള്ള ഒരു സ്മൂത്ത്നെസ്, സുഗമം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നഷ്ടമുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ അത് ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ മാനസിക വൈഷമ്യങ്ങളാലോ ഉണ്ടാകാവുന്ന പ്രതിഫലനങ്ങളാണ് എന്നാണ് പൊതുവെ അഭിപ്രായം. അതിൻ്റെ വിദഗ്ധരുടെ അത്തരം അവസ്ഥകൾ ഇവർക്കുണ്ടാകാം. അതിനുള്ള കാരണം പ്രവർത്തന രംഗത്ത് ഇവർ തന്നെ കാണിക്കുന്ന ചില മോശപ്പെട്ട അവസ്ഥകളും മോശപ്പെട്ട വർത്തമാനങ്ങളുമൊക്കെ ആകാം. എന്നാൽ പിന്നീട് അതൊക്കെ മാറുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11, 12, പിന്നെ 15 സായാഹ്നത്തിന് ശേഷം 16, 17 ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. അധിക ചിലവിൻ്റെ ദിവസങ്ങൾ തുടക്കത്തിൽ പിന്നീട് ഇവർക്ക് പൊതുവെ ഗുണകരമാണ്. പ്രത്യേകിച്ചും ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന മതിപ്പ്, ശാരീരികമായി കുറച്ചുകൂടി ഒരു തിളക്കമുള്ള അവസ്ഥയുണ്ടാവുക, അതുപോലെ മറ്റുള്ളവരുമായി സംവദിക്കുമ്പോൾ ഏറ്റവും ക്രിയാത്മകമായി മറുപടി പറയുവാനും സംസാരിക്കുവാനും സാധിക്കുക. കർമ്മരംഗത്ത് ഇത്തരം വിജയവശങ്ങൾ ഇവർക്ക് നന്നായി ഉൾച്ചേർത്ത് പോകാൻ സാധിക്കുന്നത് കൊണ്ട് കർമ്മരംഗം കുറച്ചുകൂടി ശോഭനീയമാവുക, സാമ്പത്തികമായ നേട്ടമുണ്ടാവുക,
ഏറ്റവും അടുത്ത ബന്ധുക്കളോടും അതുപോലെ ഇഷ്ടപ്പെട്ട വ്യക്തികളോടും പൊതുവെ സമൂഹത്തോടും ഏറ്റവും നന്നായി പെരുമാറുക. അതുകൊണ്ട് ആളുകളുടെ നല്ല ലിസ്റ്റിൽ കയറി പിടിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അധിക ചെലവിൻ്റെ ദിവസങ്ങളായിട്ട് കാണുന്നു. ചിലപ്പോൾ അത് സ്വന്തം ശരീര സംരക്ഷണത്തിനോ ആരോഗ്യ സംരക്ഷണത്തിനോ മക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിനോ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാകാം. എന്തായാലും സാമ്പത്തികമായ ചിലവ് കാണുന്നു. അത്യാവശ്യം അപ്രതീക്ഷിതമായി ചില യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. എന്നാൽ ആ യാത്രകൾ വേണ്ടത്ര സുഖകരമായോ ലക്ഷ്യത്തിലെത്തുകയോ ചെയ്യണമെന്നുമില്ല. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അല്പം പരുഷമായി സംസാരിക്കുന്നതും അതുപോലെ ആളുകളോട് അത്ര സുഖകരമല്ലാത്ത രീതിയിൽ ഇടപഴകുന്നതുമായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ പൊതുവെ ഗുണകരമാണ്. നേട്ടം കാണുന്നു, ലാഭം കാണുന്നു, സംഭരണം കാണുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ദിവസത്തെ അധിക ചെലവ് പരിഹരിക്കപ്പെട്ടു പോകുന്നു തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ. അസുഖ സംബന്ധമായി ചിന്തിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഷോൾഡറിൻ്റെ ഭാഗവും കക്ഷം, അതായത് ഫോറാം പോലുള്ള സ്ഥലത്ത് ബാഹ്യമായും ആന്തരികമായുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. വാദവുമായി ബന്ധപ്പെട്ടും അസുഖങ്ങൾ ഉണ്ടാകാം. അതുപോലെ വാദം ബേസിക്കലി ഉള്ളവർക്കാണെങ്കിൽ അതല്പം വർദ്ധിക്കാനിടയുണ്ട്. അല്ലാത്തവർക്ക് തുടക്കദശയിലുള്ളവർക്കൊക്കെ അതിൻ്റേതായ ചെറിയ അസ്കിതകൾ ഉണ്ടാകാം. ശാരീരികമായ വേദനയോ മരവിപ്പോ ഒക്കെ ചെറുതായിട്ടുണ്ടാകാം. എന്തായാലും ഈ ആഴ്ചയിൽ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 13, 14, 15 ആണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും അവസാന ദിവസങ്ങളും വളരെ ഗുണകരമാണ്. ആദ്യത്തെ 2 ദിവസങ്ങൾ സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഭാഗ്യ മത്സരങ്ങളിൽ പങ്കെടുത്താൽ അതിൽ വിജയമാണെങ്കിൽ വിജയം, സാമ്പത്തിക നേട്ടമാണെങ്കിൽ സാമ്പത്തിക നേട്ടം, അതൊക്കെ ഉണ്ടാവുന്നതായി കാണുന്നു. അതുപോലെ തന്നെ യാത്ര വളരെ ഗുണകരമായിട്ട് കാണുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കളുമായോ കാരണവസ്ഥാനത്തുള്ള വ്യക്തികളുമായോ ഒക്കെ ഇടപഴകുകയും അവരിൽ നിന്ന് ഇവർക്ക് ലാഭകരമായ ചില സമീപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. വൈകാരികമായ ലാഭമാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ലാഭം തന്നെയാവാം. എന്തായാലും അത് ഗുണകരമാണ്. ചിലപ്പോൾ തറവാട് ഭാഗം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമായ ദിവസങ്ങളാവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. സാമ്പത്തികമായ നേട്ടമാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലീകരിക്കപ്പെടുന്ന ദിവസങ്ങളുമാണ് ആദ്യത്തെ 2 ദിവസങ്ങൾ. അതുകൊണ്ട് പൊതുവെ ഗുണകരമെന്ന് പറയാം. എന്നാൽ അടുത്ത ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അധിക ചെലവിൻ്റെ ദിവസങ്ങളാണ്. സ്വാഭാവികമായും സംഭവിക്കാം. കുറച്ച് പണം കൂടുതലായി വന്നു എന്ന് കാണുമ്പോൾ പലരുടെയും നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമോ തന്നെ പാർട്ടി വയ്ക്കുകയോ മറ്റുള്ളവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയോ മറ്റ് ചിലവുകൾ വഹിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. യാത്ര പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. തീർത്ഥാടന സ്ഥലങ്ങളിലോ കുടുംബമൊത്ത് ഉല്ലാസത്തിനോ വേണ്ടിയുള്ള യാത്രകൾ കാണുന്നു. എന്തായാലും ഉടനടി ലാഭം കിട്ടുന്ന ഒരു ചിലവല്ല വരുന്നത്. അത് ചിലവ് തന്നെയാണ്. അങ്ങനെ ഒരവസ്ഥ കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വളരെ വലിയ മാനസിക സന്തോഷം ലഭിക്കുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷേ പണം കിട്ടി അത് കൂട്ടുകാരുമൊത്തോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമൊത്തോ നല്ല രീതിയിൽ ചിലവഴിക്കുന്നു. ഈ ദിവസങ്ങളുടെ ഒരു സുഖം അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ആഴ്ചയുടെ അവസാനത്തെ 3 ദിവസങ്ങൾ അവസാനത്തെ 2 ദിവസങ്ങൾ, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരത്തിന് ശേഷം, വ്യാഴാഴ്ച വൈകുന്നേരത്തിന് ശേഷം ശനി, വെള്ളി ദിവസങ്ങൾ ഇവർക്ക് പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു. മനസ്സിൻ്റെ സന്തോഷം, ഊർജ്ജസ്വലമായി തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മനസ്സന്തോഷം, മനതൃപ്തി, മനോധൈര്യം ഇതൊക്കെ ഉണ്ടാകുന്നു. ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് നേടിയ നേട്ടങ്ങളുടെ ഭാഗമായിട്ട് വേണം ചിന്തിക്കാൻ. ആരോഗ്യ സംബന്ധമായിട്ട് ഇവർക്ക് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളാണ് അല്പം ശ്രദ്ധിക്കേണ്ടത്. ചൊവ്വ, ബുധൻ, വ്യാഴം വൈകുന്നേരം വരെ ശ്രദ്ധിക്കണം. ശാരീരികമായ അവശത, ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാനോ വൈറൽ ഡിസീസ് ഉണ്ടാകാനോ ഉള്ള സാധ്യത. വലിയ ഗൗരവത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിലും അല്പം ക്ഷീണവും പ്രശ്നങ്ങളും ഇത്തിരി സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്യുന്ന ചില ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക. എന്നാലും പൊതുവെ ഗുണകരമാണ് ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന നല്ല ദിവസങ്ങൾ 11, 12, പിന്നെ 15, 16, 17 ആണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ ഇടയ്ക്ക് വ്യാഴം മാറി ഇവർക്ക് 6-ലോട്ട് പോകുന്നുണ്ട്. എന്നാലും പൊതുവെ ബാക്കിയുള്ളവരുടെ നിലകളൊക്കെ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. 7-ര ശനി പൂർണ്ണമായി മാറി. മാത്രമല്ല ആഴ്ചയുടെ തുടക്കത്തെ 5 ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ് ഈ ആഴ്ചയിൽ. അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു.
തങ്ങളുടെ കർമ്മമേഖലയിൽ നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. ഈ ജോലിയോടൊപ്പം തന്നെ സാമ്പത്തികമായി എന്തെങ്കിലും തരത്തിലുള്ള ഗുണം കിട്ടുന്ന സമാന്തരമായ മേഖലകളിൽ ജോലി ചെയ്യുന്നതും ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാവുകയും അത് നല്ല നേട്ടമായി, സാമ്പത്തികമായ നേട്ടമായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പൊതുവെ ഇവരുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് മേലധികാരികൾ, സഹപ്രവർത്തകർ ഇവരിൽ നിന്നൊക്കെ നല്ല വാക്കുകൾ കേൾക്കുന്നതായിട്ടും പ്രോത്സാഹനം ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ് ആഴ്ചയുടെ സിംഹഭാഗം ദിവസങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മവുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക നേട്ടവുമായി ബന്ധപ്പെട്ടും. സഫലീകരിക്കപ്പെടുന്ന ആഗ്രഹങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കുറേ കാലമായി അടക്കി വച്ചിരുന്ന ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നു ആഴ്ചയുടെ ആദ്യത്തെ 5 ദിവസങ്ങൾക്കുള്ളിൽ. എന്നാൽ അവസാന ദിവസങ്ങൾ, പ്രത്യേകിച്ച് വ്യാഴാഴ്ച വൈകുന്നേരത്തിന് ശേഷം വെള്ളി, ശനി ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. ചെറിയ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഈ നക്ഷത്രക്കാരുടെ സ്ത്രീ ബന്ധത്തിൽപ്പെട്ട ആൾക്കാർ എന്ന് പറയുമ്പോൾ ഭാര്യ, മകൾ, സഹോദരി, അമ്മ, സ്ത്രീ സുഹൃത്തുക്കൾ, ഇവർക്കാർക്കെങ്കിലും എന്തെങ്കിലും ദൈന്യത ഉണ്ടാവാനോ അവരുമായി ബന്ധപ്പെട്ട് പണം മുടക്കേണ്ടി വരികയോ തങ്ങളുടെ സമയം ചെലവഴിക്കേണ്ടി വരികയോ ചെയ്യുന്നതായിട്ട് കാണാം. ലാഭം കിട്ടാത്ത പ്രവർത്തനങ്ങൾക്കായി പണം മുടക്കേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഇവർക്ക് തന്നെ ചില ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടായി ആശുപത്രിവാസം വന്നേക്കാം. യാത്രകളും അതുപോലെ ജോലിയും അല്പം മാറ്റിവെക്കേണ്ടി വന്നേക്കാം ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. എന്നാൽ ഇതൊന്നും വളരെ ഗൗരവതരമായ കാര്യമായി കാണുന്നില്ല ഈശ്വരാധീനം ഉള്ളതിനാൽ. എന്തായാലും മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11, 12, 13, 14, 15 സായാഹ്നം വരെയും നല്ലതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കി 5 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രവർത്തന രംഗത്ത് കൂടുതൽ ധൈര്യത്തോടു കൂടിയും കൂടുതൽ ചങ്കുറപ്പോടു കൂടിയും മനഃശക്തിയോടു കൂടിയും ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു. അതായത് ക്രിയാത്മകത, കാര്യക്ഷമത, ഇത് രണ്ടും കൃത്യമായി പ്രദർശിപ്പിക്കാൻ, അർപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നതിനാൽ ഇവരുടെ പ്രൊഫഷണൽ രംഗത്തായാലും അതുപോലെ മറ്റേതെങ്കിലും തൊഴിൽ രംഗത്ത് ജീവിക്കുന്നവരായാലും സാധാരണ എംപ്ലോയീസ് ആയാലും അവർക്ക് ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായ നേട്ടവും ലാഭവും കാണുന്നു. ചിലപ്പോൾ ഭാഗ്യം വരെ ഇവർക്ക് അനുഗ്രഹമായി മാറാവുന്ന, സാമ്പത്തികത്തിൻ്റെ രൂപത്തിൽ അനുഗ്രഹമായി മാറാവുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. യാത്ര വിജയത്തിലെത്തുന്നു. കുടുംബസംബന്ധമായ ചില യാത്രകൾ നടത്തുകയും അതും വിജയത്തിലെത്തുകയും ചെയ്യുന്നു. കുടുംബത്തിലുള്ളവർക്കും ജോലിയോ മറ്റ് സാമ്പത്തിക നേട്ടമോ ഉണ്ടാകുന്നു. മക്കൾക്ക് സാമ്പത്തിക വിജയത്തിലുപരി വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മനസ്സിന് സന്തോഷത്തിനും അഭിമാനത്തിനും വകയുണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ 2 ദിവസങ്ങൾക്ക് ശേഷം ഗുണകരമാണ്. ഈ തുടക്ക 2 ദിവസങ്ങളെന്ന് പറയുമ്പോൾ അത് അല്പം ശ്രദ്ധിക്കണം. ചെറിയ ചില കാര്യങ്ങൾ മുടക്കം വരാം, അതിൽ മനസ്സ് വിഷമിക്കാം. പിതാവിനത്ര ആരോഗ്യസ്ഥിതി നല്ലതല്ല. അതുപോലെ തന്നെ യാത്ര തടയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ വാഹനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലത്തിലും യാത്ര തടസ്സമൊക്കെപ്പെടാം. എന്നാൽ അതിനുശേഷമുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും തലയുമായി ബന്ധപ്പെട്ടാണ്. തലവേദന ഉണ്ടാവുക, കണ്ണുകൾക്ക് വല്ലാത്ത വേദനയുണ്ടാവുക, ഈ അവസ്ഥയൊക്കെ കാണുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ അത്തരം ലക്ഷണങ്ങൾ തുടങ്ങുമ്പോഴേ ഡോക്ടറെ കാണുകയോ അതിനുള്ള പരിഹാരം നേടുകയോ ചെയ്യണം. ശ്രദ്ധിക്കണമെന്ന വാക്ക് വളരെ സൂക്ഷിച്ചേ ഞാനിനി ഉപയോഗിക്കൂ. അതുകൊണ്ടാണ് ഞാൻ അതിന് ഇത്തിരി വിശകലനം കൂടെ തരുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ചെയ്യണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ, കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 13, 14, 15, 16, 17 നല്ല ദിവസങ്ങളാണ് താരതമ്യേന. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് ഏറ്റവും ഗുണം. അതായത് വ്യാഴാഴ്ച വൈകുന്നേരത്തിന് ശേഷം വെള്ളി, ശനി ദിവസങ്ങളാണ് കൂടുതൽ ഗുണം. അത് പ്രത്യേകിച്ച് അവരുടെ കർമ്മരംഗത്ത് അവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. വ്യാഴം 14-ന് ശേഷം ആണ്, രാത്രിക്ക് ശേഷമാണ് പോകുന്നതും. അതിനുശേഷം ഒരു മാറ്റം ഇവർക്ക് കാണുന്നുണ്ട്. ഈ ആഴ്ചയുടെ ഫലം മാത്രം പറയുമ്പോൾ വ്യാഴത്തിൻ്റെ കാര്യമല്ല ഞാൻ പ്രധാനമായും പറയുന്നത്. എന്നാലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഗുണകരം. ആദ്യത്തെ 2 ദിവസങ്ങൾ തടസ്സങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ കാണുന്നുണ്ട്. മാനസിക വിഷമമോ അല്ലെങ്കിൽ സ്ത്രീ മൂലമുണ്ടാകുന്ന എന്തെങ്കിലും വിഷമമോ, അത് സ്ത്രീ മൂലമുണ്ടാകുന്ന അപവാദമായി തെറ്റിദ്ധരിക്കേണ്ട. സ്ത്രീ ബന്ധത്തിൽപ്പെട്ടവർ, ഭാര്യയോ മകളോ സഹോദരിയോ അമ്മയോ ലേഡി സുഹൃത്തോ,
ഇവരിൽ ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ചിലപ്പോൾ അവരുടെ കർമ്മപഥത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായം ചെയ്യേണ്ടി വന്നേക്കാം. ഇതൊന്നും ഒരു ദോഷമായിട്ട് അല്ല പറയുന്നത്, പക്ഷേ അവർക്ക് അവരുടെ കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരാം. പിന്നെ ആർക്കായാലും, വേണ്ടപ്പെട്ടവർക്കായാലും അല്ലാത്തവർക്കായാലും ഒരു ദുരിതം വരുന്നത് കണ്ടു നിൽക്കുക എന്ന് പറയുന്നത് ദുഃഖകരമായ ഒരു അവസ്ഥ ആയതുകൊണ്ട് കൂടി പറഞ്ഞതാണ്. അതിനുശേഷമുള്ള ദിവസങ്ങൾ പൊതുവെ ഗുണകരമാണെങ്കിലും ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം തുടർന്നു വരുന്ന 3 ദിവസങ്ങൾ, 2.5യോളം ദിവസങ്ങൾ ഈ നക്ഷത്രക്കാരുടെ പിതാവിനും ചില പ്രശ്നങ്ങളുണ്ടാകാം. ചില യാത്രകൾ തടസ്സപ്പെടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. മാറ്റിവെക്കേണ്ടി വന്നേക്കാം ചില കർമ്മഭാവങ്ങൾ. എന്നാൽ അവസാനത്തെ 3 ദിവസങ്ങൾ, പ്രത്യേകിച്ചും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. ഈ ആദ്യത്തെ ദിവസങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൂർവാധികം ഭംഗിയായി പരിഹരിക്കുന്ന രീതിയിൽ പിന്നീടുള്ള ദിവസങ്ങൾ കടന്നു പോകും. അവസാനത്തെ 2.5യോളം ദിവസങ്ങൾ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ലക്ഷ്യത്തിൽ എത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിജയവും മനസ്സമാധാനവും നൽകുന്നു. പൊതുവെ കുടുംബത്തിന് സമാധാനവും സാമ്പത്തിക നേട്ടവുമൊക്കെ ഉണ്ടാകുന്നു. ശാരീരികമായി പറഞ്ഞാൽ കഫത്തിൻ്റെ ശല്യമുള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള ഇടയുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ വളരെ അപ്രതീക്ഷിതമായി ചില രോഗാവസ്ഥകളോ അപകട സാധ്യതകളോ തടസ്സപ്പെടുത്താം പ്രവർത്തനങ്ങളെ. നീർവീക്കത്തിൻ്റെ ഫലം, നട്ടെല്ല് സംബന്ധമായ പ്രശ്നം, സൈനസൈറ്റിസ് ഉള്ളവർക്ക് പ്രശ്നം, അപ്പോൾ ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. രാത്രിക്ക് ശേഷമുള്ള കുളി, തണുത്ത വസ്തുക്കൾ നേരിട്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കഴിക്കൽ, ഇതൊക്കെ തന്നെ ഇത്തരക്കാർ ഈ ദിവസങ്ങളിൽ ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. അപ്രതീക്ഷിതമായി ധനസഹായം ഈ ദിവസങ്ങളിലും ഇവരെ അനുഗ്രഹിക്കും. എല്ലാവർക്കും പ്രധാനപ്പെട്ട ദിവസങ്ങൾ പറയുമ്പോൾ മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 15 സായാഹ്നത്തിന് ശേഷം 16, 17 ഗുണകരമായ ദിവസങ്ങൾ താരതമ്യേന. എല്ലാവർക്കും നല്ലൊരു ആഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ശനിദോഷമുള്ളവർക്ക് ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കാം. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശനീശ്വരനും അയ്യപ്പസ്വാമിക്കും ധർമ്മശാസ്താവിനും കടുംപായസം കഴിപ്പിക്കാം. അതുപോലെ തന്നെ നീരാഞ്ജനം അർപ്പിക്കാം. ഓം ശനീശ്വരായ നമ എന്ന ജപമാണ് പരമപ്രധാനം. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് ഇച്ചിൽ കൊടുക്കുക, തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അതുപോലെ വ്യാഴദോഷത്തിന് വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ, ഇതൊക്കെ തുടരുക. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക, ബൃഹസ്പതി പൂജ നടത്തുക. അതുപോലെ തന്നെ കേതുദോഷത്തിന് ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഗണപതിക്ക് സ്തുതിവാചകങ്ങൾ ചൊല്ലുക, പ്രാർത്ഥിക്കുക, ജപിക്കുക, കർഗമാല അർപ്പിക്കുക, തേങ്ങ ഉടയ്ക്കുക, നാളികേരം ഉടയ്ക്കുക, അല്ലെങ്കിൽ ഉണ്ണിയപ്പ നിവേദ്യമൊക്കെ ചെയ്യുക. ഇത് വളരെ ഗുണകരമാണ് കേതുദോഷ പരിഹാരത്തിന്. ഗണപതിയെ തന്നെ പിടിക്കുക. അതുപോലെ നാഗദോഷത്തിന് ഓം നാഗായ നമ എന്ന് ജപിക്കുക, അല്ലെങ്കിൽ ഓം അനന്തായ നമ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരത്തിനായി 100 പാലും നൽകുക. നക്ഷത്രങ്ങൾക്കോ അതായത് പക്കനാളിനോ അല്ലെങ്കിൽ ഈ ആയില്യം മഹോത്സവത്തിനോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.